അത്യുന്നതരായ ബഹുമാന്യരെ പ്ലെയേഴ്സ്, ഈ സ്റ്റേജിൽ തന്നെ 2 ടീം ഉണ്ടാക്കാനുള്ള ആൾക്കാരുണ്ട്. ഇവർ 5 മിനിറ്റ് സംസാരിച്ചാൽ നിങ്ങളുടെ 2 മണിക്കൂർ പോകും. ഇവിടെ പ്രവർത്തിക്കാണ് വരുന്നത്. അതുകൊണ്ട് അധികം സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ് എന്റെ ബുദ്ധി എന്ന് പറയുന്നത്. അപ്പൊ കൈയടിയിട്ടപ്പോ മനസ്സിലായില്ല, അധികം വലിച്ചു നീട്ടില്ല. ഇവിടെ പ്രവൃത്തിയാണ്, പ്രസംഗമല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് പ്ലേ ഗ്രൗണ്ട്, സ്റ്റേജസും. കാരണം ഇതില്ലാത്തതിന്റെ കുറവാണ് നാട്ടിലെ പ്രശ്നങ്ങളുടെ ഏറ്റവും വലിയ കാരണം. ഫസ്റ്റ് സമയം വെറുതെ കിടക്കാവും കുറെ പേർക്ക്. അപ്പോ രാഷ്ട്രീയം പറയാനും മതം പറയാനുള്ള സമയം. ഇവിടെ രാഷ്ട്രീയവും മതമൊന്നും ഇല്ല. നിങ്ങളുടെ നെറ്റിയിലെ നിസ്കാര തായ്പെന്ന് പറയുന്നത് ചിലപ്പോൾ ബോളിന്റെ അടി കൊണ്ടതായിരിക്കും. അപ്പൊ അത് ഞാൻ ഒരു മതമായിട്ട് പറഞ്ഞില്ല. മുട്ടിലെ തായ്പെന്ന് പറയുന്നത് അവിടെ കീപ്പറിന്റെ ഇരിക്കും. മനസ്സിലായില്ലേ? അപ്പോ ഇതെല്ലാം നമുക്ക് ഒന്നാണ്. അത് ഈ ഗ്രൗണ്ടും സ്റ്റേജും കലാകാരന്മാരും പ്ലെയേഴ്സും അങ്ങനെയാണ്. അവർക്ക് ജാതി മതമൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് എത്തുക എന്ന് വെച്ചാൽ പുണ്യമാണ്. യഥാർത്ഥത്തിൽ പള്ളി എന്ന് പറയുന്നത്, അമ്പലം എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ ഒന്നേ ഉള്ളൂ. നമ്മൾ എല്ലാവരും മോളിൽ നോക്കി പ്രാർത്ഥിക്കും. ദൈവം അടുത്ത 6 പോണേ 4 ഒരേ ഒരു ദൈവത്തിനോട് ഒറ്റ സ്ഥലത്ത് നോക്കിയാണ് പ്രാർത്ഥിക്കുന്നത്. ഭയങ്കര മെസ്സേജാണെന്നുള്ള വിചാരം. ഞാൻ തമാശ പറയുന്ന ആളാണെങ്കിൽ കുറച്ച് ബുദ്ധിയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പൊ ഒന്ന് അതിനേക്കാൾ ഞാനിവിടെ വരാനുള്ള കാരണം മഹാറാണിയിലെ നമ്മുടെ നിയാസ് വിളിച്ചിട്ടാണ് ഞാനിവിടെ വരാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്. കാരണം മഹാറാണി അമ്മയുടെ സ്പോൺസറാണ്. ഞാൻ വന്നപ്പോ സന്തോഷമായത് എന്താന്ന് പറഞ്ഞാൽ ബെഡ്സ് ഇന്ത്യ വിൻ ചെയ്തു. അവരും അമ്മയുടെ സ്പോൺസറാണ്. അപ്പൊ ഇവിടുത്തെ ഓരോരുത്തരും നമ്മുടെ ഭാഗമാണ്. അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു, ഞാൻ ചോദിച്ചുകൂടെ, നമുക്ക് റൂൾസ് ബ്രേക്ക് ചെയ്യാം, പക്ഷെ ലോസ് ബ്രേക്ക് ചെയ്യരുത്. നമ്മുടെ CCLിലൊക്കെ സംഭവിച്ചത് അതാണ്. ഒറിജിനൽ പ്ലെയേഴ്സിനെ ഇറക്കരുത്. കൃത്യമായിട്ടുള്ള ആൾക്കാർ ഇറങ്ങുകയാണെങ്കിൽ ഇതിന്റെ ശോഭ വർദ്ധിച്ചു വരികയുള്ളൂ. അതും റൂൾസ്, ഞാൻ പറഞ്ഞ റൂൾസ് ബ്രേക്ക് ചെയ്യണമെന്ന് ഇതിന്റെ പ്രായം ഒരു നിബന്ധനയാവരുത്. പറ്റാവുന്നത്ര കാലം കളിക്കുക എന്നുള്ളതാണ്. അതാണ് നമുക്ക് വേണ്ടത്. അതിന് ശരീരം ഒന്നും പ്രശ്നം വരുത്. ഇപ്പൊ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരു വയറിലാവും, നിങ്ങൾ കളിച്ചോണ്ടിരിക്കണം. പുള്ളിയുടെ പവർ ചിലപ്പോ നോക്കി അവിടെ നിന്നിട്ട് അടി നോക്കും. ഗംഭീര അടി ഓടൂലായിരിക്കും. ചിലപ്പോ 6 4 അടിക്കാനായിരിക്കും പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് അല്ലെ, രണ്ടുമാണ് നിങ്ങളുടെ ടീമിൽ. വെഡ്സിന്റെ അല്ലേ? വെഡ്ലാൻഡ്. ഓക്കെ. ഇതെന്താ ഇത്രയും പേരുള്ളൂ? വരുന്നുള്ളൂ ആൾക്കാർ. ഓക്കെ 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 ഓക്കെ. അപ്പൊ നിങ്ങൾക്കറിയാലോ, ഒരു ടീമിൽ ഇപ്പൊ എത്ര പേരുണ്ടോ? 12 പേരുണ്ടോ ആയിരിക്കും. 13 പേരുണ്ട്. ഞാൻ എന്റെ മതത്തെ കുറിച്ച് പറയുന്നതല്ല, ഞാൻ ഓരോരുത്തരും ഇതാകുന്നു. വേൾഡിലെ ഏറ്റവും ബെസ്റ്റ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത് ക്രിസ്തുവും ബുദ്ധനും നബിയാണ്. അവര് പഠിപ്പിച്ച കാര്യങ്ങളാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അധികം ആൾക്കാരൊന്നും വേണ്ട ഫോളോ ചെയ്യാൻ വേണ്ടിട്ട് ഒരു ടീമിന്. ഭർത്താവ് 12 പേര് വെച്ച് തുടങ്ങിയ ടീമാണ്. ഇപ്പൊ ലോകം മുഴുവനുണ്ട്. എല്ലാവരും അതിന് ചെറിയ ടീം തുടങ്ങിയതാണ്. അപ്പൊ മതത്തിനെ കുറിച്ച് ഞാൻ പറയുന്നതല്ല. അപ്പൊ നമ്മളെല്ലാം ഒന്നാണെന്നാണ് പറയുന്നത്. നമ്മുടെ ടീച്ചേഴ്സ് ഒന്നാണ്. അത് പ്രതിഫലിപ്പിക്കേണ്ടത് നമ്മുടെ ഈ ഗ്രൗണ്ടിലാണ്. We are one. അതിനേക്കാൾ കൂടുതലായിട്ട് എന്നറിയാം മറ്റ് അതിനെതിരെ ഞാൻ പ്രവർത്തിക്കുന്ന ഒരാളാണ്. നിങ്ങളുടെ ഫ്രീ ടൈം നിങ്ങൾ എപ്പോഴും ക്രിക്കറ്റിനെ കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങൾക്ക് വേറെ ചിന്തകൾ ഉണ്ടാവില്ല. നിങ്ങൾ കേരള ടീമിൽ ഇന്ത്യൻ ടീമിൽ കയറാനല്ല, നിങ്ങളുടെ ബന്ധങ്ങൾ വർദ്ധിക്കും. ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ്, കാരണം ഞാനിപ്പോ കലാരംഗത്ത് വന്നതുകൊണ്ടാണ് എനിക്ക് പ്രധാനമന്ത്രിയെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ സുരേഷ് ഗോപി ചേട്ടനെ വിളിച്ചാൽ മതി. മുഖ്യമന്ത്രിയെ കാണണമെങ്കിൽ മമ്മൂക്കാനെ വിളിച്ചാൽ മതി. അതെന്തുകൊണ്ടാണ്? ഞാൻ കലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെയാണ് നിങ്ങൾ ഇതിൽ പ്രവർത്തിക്കുമ്പോൾ. ഇപ്പോ റിയാസിനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ല, റിയാസിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പുള്ളി എന്റെ അടുത്ത് എന്ന് പറയുന്നത്, ഞാൻ സുരേഷിന്റെ അടുത്ത് പറയുന്നത്, നിങ്ങൾ പ്രധാനമന്ത്രി എടുത്തെത്തുന്നു. അതാണ് നമ്മൾ തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്. അത് ഭയങ്കരമാണ്. അതുകൊണ്ട് കളിച്ചുകൂടെ ഒരു കേരള ടീം കേരള നമ്മുടെ ഒരു സ്പിരിറ്റും സ്നേഹമാണ് വർദ്ധിക്കുന്നത്. അപ്പൊ തുടർന്നും ഇതുപോലുള്ള പരിപാടികൾക്ക് ഞാൻ പങ്കെടുക്കും, അതിനെ പ്രോത്സാഹിപ്പിക്കും. ഞാൻ അധികം വലിച്ചേക്ക് സംസാരിക്കുന്നില്ല. ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലെസ്. ഇൻഷാ അല്ലാഹ് നന്നായിട്ട് അടിച്ചു പൊളിക്കുക. നമുക്ക് വീണ്ടും ഇതുപോലുള്ള കൂട്ടായ്മകൾ, സ്നേഹത്തിന്റെ കൂട്ടായ്മകൾ. നിങ്ങളിൽ ഒരാൾക്ക് ആവശ്യം വരുമ്പോൾ നമ്മൾ എല്ലാവരും ഒന്നിക്കണം. അതായിരിക്കണം ദ ടീം എന്ന് പറയുന്നത്. ഗ്രൗണ്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാം ഒന്നാണ്. ഓക്കെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്, ഗോഡ് ബ്ലെസ്. അടിച്ചു പൊളിക്കുക. ആര് ജയിച്ചാലും എന്റെ ടീമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, കാണാൻ